Hi and welcome to the new video on electric drives. In this video, I'll be discussing about microcontroller based PMSM drives. മൈക്രോകൺട്രോളർ ബേസ് PMSM ഡ്രൈവ് അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ പോലെയാണ് ഇവിടെ പറയുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലെവലിലേക്കൊന്നും പോകുന്നില്ലെങ്കിലും ബേസിക് ആയിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രാം രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോർമലി നമ്മളൊരു ഡ്രൈവ് പറയുമ്പോൾ ഒരു ഡ്രൈവിൻ്റെ വർക്കിംഗ് അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻസ് ഒക്കെ വരുമ്പോൾ അതിൽ യൂഷ്വലി നമ്മൾ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹാവ് ദി മെഷീൻ പാർട്ട് എന്തായാലും ഉണ്ടായിരിക്കും. ഇപ്പോൾ അത് ഏത് മെഷീനാണെങ്കിൽ ആ പാർട്ട് എന്തായാലും ഉണ്ടാവും. പ്ലസ് എന്താണ് ഉണ്ടാവുന്നത്, അതിൻ്റെ പവർ ഇലക്ട്രോണിക്സ്. ഈ രണ്ട് കാര്യങ്ങളാണ് നോർമലി നമ്മൾ എപ്പോഴും പറയുന്നത്. അപ്പോൾ നമുക്കറിയാം മെഷീൻ വർക്ക് ചെയ്യിപ്പിക്കുകയാണ്, അതിന് വേണ്ടിയിട്ട് പവർ ഇലക്ട്രോണിക്സ് യൂസ് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ടുള്ള എനർജി അതിലേക്ക് കൊടുത്ത് ആ രീതിക്ക് കൺട്രോൾ ചെയ്യുന്നു. ആ കൺട്രോൾ ചിലപ്പോൾ VBF കൺട്രോൾ ആയിരിക്കാം, വേറെ എന്ത് മെത്തേഡ് വേണമെങ്കിലും ആയിരിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫ്രീക്വൻസി കൺട്രോൾ, VBF കൺട്രോൾ, സെൽഫ് കൺട്രോൾ ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിൽ മെയിനായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൺട്രോളാണ്. ഓക്കെ, അപ്പോൾ ആ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പറയുന്നു എന്നല്ലാണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ടിരുന്നില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കൺട്രോൾ ചെയ്യണമെങ്കിൽ അതിലൊരു കൺട്രോളർ പാർട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് കേസ് മാത്രം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു മൈക്രോ കൺട്രോളർ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മൈക്രോ കൺട്രോളർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു PMSM ഡ്രൈവ് അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ലാസ്റ്റ് ടോപ്പിക്കാണ് 6th മോഡ്യൂളിലെ. ആൻഡ് ഇത് എന്താ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ 5 മാർക്കിനായിരിക്കാം, അല്ലെങ്കിൽ 10 മാർക്കിനായിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ 5 മാർക്കിന് ചോദിക്കുമ്പോൾ ജസ്റ്റ് ബ്ലോക്ക് ഡയഗ്രാം മാത്രമേ ചോദിക്കാറുള്ളൂ. അപ്പോൾ ഈ ഒരു ഇതിൽ കാണുന്ന ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം പ്ലസ് ഒരു ഇത്തിരി ലേശം ബേസിക് ഇൻഫർമേഷൻ മാത്രം പ്രൊവൈഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഡീറ്റെയിൽഡ് 10 മാർക്കിന് ചോദിക്കുമ്പോൾ ഈ സെയിം പറഞ്ഞ കാര്യങ്ങളെല്ലാം വേണം, പ്ലസ് അഡീഷണൽ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 10 മാർക്കിനുള്ള ആൻസർ ആയി. അല്ലാണ്ട് ഒരുപാട് ഇതിൻ്റെ ഡീറ്റെയിലോട്ട് പോയി നമുക്കിതിൻ്റെ പ്രോഗ്രാമിങ്ങോ കോഡിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്തായാലും കൊടുക്കേണ്ട കാര്യമില്ല. ഒരു ഇൻട്രൊഡക്ടറി ടോപ്പിക് എന്നുള്ള രീതിയിലാണ് ഇത് ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് മൈക്രോ കൺട്രോളർ ബേസ് PMSM ഡ്രൈവിലേക്ക് വരാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഇത് നമുക്ക് ഇവിടെ കാണാം, മോട്ടറാണ്, 3 ഫേസ് PMSM മോട്ടറാണ്. അത് കണക്ട് ചെയ്തിട്ടുള്ളത് ഒരു 3 ഫേസ് ഇൻവെർട്ടർ വഴിയാണ്. ഫേസസിനെ A B C 3 ഫേസുകൾ. അപ്പോൾ ഈ ഇൻവെർട്ടറിനെ കൺട്രോൾ ചെയ്തിട്ടാണ് PMSM മോട്ടറിന്റെ ഓപ്പറേഷൻ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇൻവെർട്ടർ പ്ലസ് മോട്ടർ വരുമ്പോഴാണ് PMSM ഡ്രൈവ് ആവുന്നത്. അപ്പോൾ ഈ ഇൻവെർട്ടറിനെ കൺട്രോൾ ചെയ്യാൻ ഇവിടെ ഒരു കൺട്രോളർ, അപ്പോൾ കൺട്രോളർ വഴി ഇതിന്റെ എന്താണ് കൺട്രോൾ ചെയ്യുന്നുണ്ടാവുക, ഫയറിംഗ് ആണ് കൺട്രോൾ ചെയ്യുന്നുണ്ടാവുക. ഇതിലത്തെ ഇൻവെർട്ടറിലത്തെ സ്വിച്ചസിന്റെ ഫയറിംഗ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ 6 സ്വിച്ചസ് ഉണ്ട്, 6 ഇൻപുട്ടുകളാണ് ഇവിടേക്ക് വരുന്നത്. അപ്പോൾ ഈ 6 ഇൻപുട്ട് എന്ന് പറയുന്നത് PWM ഇൻപുട്ടുകളാണ്. അപ്പോൾ അത് ഈ ഇൻവെർട്ടറിൽ കിട്ടുന്നത് കൺട്രോളറിൽ നിന്ന് വരുന്നത് PWM സിഗ്നൽസ് ആണ്. അപ്പോൾ PWM സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി ഈ കൺട്രോളറിന്റെ എയിം എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ യൂസ് ചെയ്യുന്ന കൺട്രോളർ DSPIC 30F2010 ആണ്. DSPIC 30F2010 and it is basically a 16-bit microcontroller with 28 pin configuration. 16 bit ആണ്, 28 pin configuration ആണ്. And as you can see, it has 6 default PWM output channel. 3 പ്ലസ് 3 എന്നുള്ള രീതിയിൽ, അതായത് ലോവറും അപ്പറും ഹയറും എന്നുള്ള രീതിയിൽ PWM 1L 1H 2L 2H 3L 3H ഇങ്ങനെ 6 ഡീഫോൾട്ട് PWM ഔട്ട്പുട്ട് ചാനലുകളുണ്ട്. ഈ ചാനലുകൾ വഴിയാണ് PWM സിഗ്നൽസ് 3 ഫേസ് ഇൻവെർട്ടറിന്റെ ഓരോ സ്വിച്ചസിലോട്ടും വരുന്നത്. അപ്പോൾ ഇവിടെ 3 ഫേസ് ഇൻവെർട്ടർ വരച്ചിട്ടില്ല, വരയ്ക്കണമെങ്കിൽ വരയ്ക്കാവുന്നതാണ്. ഇപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ മതി. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ നമുക്കറിയാം ഇവിടെ ഈ PWM ജനറേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ, ഫ്രീക്വൻസി കൺട്രോൾ, സെൽഫ് കൺട്രോൾ ആണെങ്കിൽ നമുക്ക് അതിന് ഡാറ്റ കിട്ടണം, റെഫറൻസ് എന്തായാലും ഉണ്ടായിരിക്കും. സോ സ്പീഡ് കൺട്രോൾ ആണല്ലോ വരുന്നത്. ഇപ്പോൾ സ്പീഡ് കൺട്രോളിൽ നമുക്ക് അറിയുന്ന കാര്യം ആണ് എന്തായാലും 2 ലൂപ്പുകളാണ് ഉണ്ടാവുക. ഇത് നമ്മൾ എല്ലായിടത്തും പറയുന്ന കാര്യം തന്നെയാണ്. ഒരു ഔട്ടർ സ്പീഡ് ലൂപ്പ് ഉണ്ടായിരിക്കും ആൻഡ് ഇന്നർ കറണ്ട് ലൂപ്പ്. ഔട്ടർ സ്പീഡ് ലൂപ്പും ഇന്നർ കറണ്ട് ലൂപ്പും ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇപ്പോൾ PMSMൽ നമ്മൾ നോർമലി എന്തുണ്ടായിരിക്കും, റോട്ടർ പൊസിഷൻ സെൻസേഴ്സും കൂടി ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ റോട്ടർ പൊസിഷൻ സെൻസർ എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ ഒരു സെൻസറിന്റെ ഒരു ബ്ലോക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിൽ വരയ്ക്കാം, വരച്ച് കാണിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അത് എന്തായാലും സെൻസറിന്റെ ഒരു പോർഷൻ ഇവിടെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ സെൻസർ നോർമലി ഹോൾ എഫക്ട് സെൻസേഴ്സ് ആയിരിക്കാം. ഹോൾ
ഹോൾ എഫക്ട് സെൻസേഴ്സ് ആയിരിക്കാം. ഇതിൻ്റെ ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 3 പോർട്ടുകൾ RB3, RB4, RB5 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നു. വിച്ച് ആർ ദ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ്, IO പോർട്സ്. നോർമലി ഹോൾ എഫക്ട് ഔട്ട്പുട്ട് ഇങ്ങോട്ട് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ത്രൂ റെസിസ്റ്റേഴ്സ് വഴിയാണ് R21, R22, R25 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത്രയും ഡീറ്റെയിലേക്ക് നമുക്ക് നോക്കണ്ട. ഹോൾ എ, ഹോൾ ബി, ഹോൾ സി. ഇപ്പോൾ ഇത് വെച്ചിട്ട് 6 പൊസിഷൻസ് സെൻസ് ചെയ്യാവുന്നതാണ് ഡാറ്റ. അതിൻ്റെ ഡാറ്റയാണ് ഇതിലോട്ട് ഇൻപുട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ അതാണ് അടുത്തത് വരുന്ന കാര്യം. പിന്നെ ഇവിടെ ഒരു RC14 എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പ്, അതായത് ഇതിൻ്റെ ഓണും ഓഫും കൺട്രോളറായിട്ട് ഒരു ഡിജിറ്റൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു പുഷ് ബട്ടൺ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിന് ഓണും ഓഫ് ഒക്കെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് രണ്ട് ലൂപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഔട്ടർ സ്പീഡ് ലൂപ്പും ഇന്നർ കറണ്ട് ലൂപ്പും. രണ്ടിനും റെഫറൻസ് വേണം. ഔട്ടർ സ്പീഡ് ലൂപ്പിന് സ്പീഡ് റെഫറൻസ് വേണം, ഇന്നർ കറണ്ട് ലൂപ്പിന് കറണ്ട് റെഫറൻസ് വേണം. അതിന് വേണ്ടിയിട്ടുള്ള 2 അനലോഗ് ഇൻപുട്ടുകളാണ് AN1 ഉം AN2. ഇപ്പോൾ ഇത് റെഫറൻസ് സ്പീഡാണ് AN2 കൊടുക്കുന്നത്. അത് പൊട്ടൻഷ്യൽ ഡിവൈഡറിൻ്റെ വോൾട്ടേജ് രീതിയിലാണ് കൊടുക്കുന്നത്. ഇനി ഇത് AN1 കറണ്ട് ബസ് നിന്ന് IBus എന്നുള്ള എന്ത് കൊടുക്കുന്നു, നമ്മൾ കറണ്ട് റെഫറൻസും ആണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ ബേസിക് ആയിട്ട് വരുന്നുള്ളൂ. അതായത് PMSM ഡ്രൈവിൻ്റെ പൊസിഷൻ സെൻസ് ചെയ്തിട്ടുള്ള ഡാറ്റ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നു. അതേപോലെ റെഫറൻസ് സ്പീഡും റെഫറൻസ് കറണ്ടും ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇതിൻ്റെ ഉള്ളൊരു അൽഗോരിതം പ്രകാരം റൺ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരിക്കും. അപ്പോൾ ആ പ്രോഗ്രാം ഈ ഡാറ്റ എല്ലാം വെച്ചിട്ട് തീരുമാനിച്ച് എന്ത് രീതിയിൽ ഫയറിങ് ചെയ്യണം, അല്ലെങ്കിൽ എന്തായിരിക്കണം പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീരുമാനിച്ച് പൾസസിനെ ജനറേറ്റ് ചെയ്യും, PWM പൾസസിനെ. ആ PWM പൾസസിന് PWM1L to PWM3H വഴിയുള്ള ഈ 6 പോർട്ടുകൾ വഴി ഡയറക്റ്റ് ഔട്ട്പുട്ട് പോർട്ടുകൾ PWM ഔട്ട്പുട്ട് ചാനലുകൾ വഴി ഇൻവേർട്ടറിലോട്ട് കൊടുക്കുന്നു. ഇൻവേർട്ടർ കറസ്പോണ്ടിംഗ്ലി ആക്ട് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള പവറിന് ആർക്ക് ഫീഡ് ചെയ്യുന്നു, 3 ഫേസ് PMSM മോട്ടറിന് ഫീഡ് ചെയ്യുന്നു, അത് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെയാണ് എഴുതിയിട്ടുണ്ട്, controller will generate the PWM signals to the inverter based on the rotor position information from the Hall sensors. And the inverter output is fed to the motor and the motor operates according to this voltage. Okay. ഇത്രയാണ് ഒരു 5 മാർക്കിൻ്റെ രീതിയിൽ വരുമ്പോൾ നമുക്ക് എഴുതുന്നത്. മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബ്ലോക്ക് ഡയഗ്രാം തെറ്റാതെ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് വരച്ച് കഴിഞ്ഞാൽ തന്നെ എന്തായാലും മിനിമം നല്ല, ഇപ്പോൾ വെറും ബ്ലോക്ക് ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ ഈ ഇൻഫർമേഷൻ കൊടുക്കണമെന്നില്ല, എന്നാലും കൊടുത്താൽ കുറച്ചും കൂടി നല്ലതാണ്. 5 മാർക്ക് കിട്ടും. ഇപ്പോൾ 10 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയാലും ബ്ലോക്ക് ഡയഗ്രത്തിനായിരിക്കും 5 മാർക്കോളം ഉണ്ടായിരിക്കാം. ഇനിയിപ്പോൾ 10 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ കൂടുതൽ നമുക്ക് ഇതിൽ എന്താണെന്ന് എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആഡ് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് PMSM ആണ്. PMSMന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അത് നമുക്ക് പറയാം. എന്തൊക്കെയാ? PMSM ക്യാൻ ജനറേറ്റ് ടോർക്ക് അറ്റ് 0 സ്പീഡ്. 0 സ്പീഡിൽ ടോർക്ക് ജനറേറ്റ് ചെയ്യാൻ. ദെൻ ഇറ്റ് ഹാസ് ഹയർ ടോർക്ക് ഡെൻസിറ്റി വെൻ കമ്പയർഡ് ടു ഇൻഡക്ഷൻ മോട്ടോർ. ദെൻ നോ സ്പാർക്സ് ആൻഡ് ഇറ്റ് ഈസ് ക്ലീനർ, ഫാസ്റ്റർ ആൻഡ് മോർ എഫിഷ്യൻറ്റ്, ആൻഡ് ഇറ്റ് ഈസ് ലെസ് നോയ്സി ആൻഡ് മോർ റിലയബിൾ and designed for high performance servo application. High performance servo applications ആണ് with the rotor position sensors and all, and runs with or without position encoder. Position encoders വെച്ചിട്ടും ഇല്ലാണ്ടും റൺ ചെയ്യാൻ പറ്റും. And it is more compact and lighter compared to induction motors. And if it is coupled with field oriented control, that is FOC control, produces optimal torque. ഇപ്പോൾ FOC field oriented control അല്ലെങ്കിൽ വെക്ടർ കൺട്രോൾ വെച്ചിട്ട് നടത്തുകയാണെങ്കിൽ നമുക്ക് ഒപ്റ്റിമൽ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. കൺട്രോൾ കുറച്ച് കോംപ്ലക്സ് ആയിരിക്കും എന്ന് മാത്രം, അതിൻ്റെ അൽഗോരിതം കോഡിങ്ങും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ സ്മൂത്ത് ലോ ആൻഡ് ഹൈ സ്പീഡ് പെർഫോമൻസ്. ഇറ്റ് പ്രൊവൈഡ്സ് സ്മൂത്ത് ലോ ആൻഡ് ഹൈ സ്പീഡ് പെർഫോമൻസ് ആൻഡ് റിക്വയർസ് ഡിജിറ്റലി കൺട്രോൾ ഇൻവെർട്ടർ ഫോർ ഓപ്പറേഷൻ. ഇപ്പോൾ ഇതിലെ റിക്വയർമെൻ്റ് ആയിട്ട് പറയാവുന്നത് ഡിജിറ്റലി കൺട്രോൾ ഇൻവെർട്ടർ ആണ് ഓപ്പറേഷന് വേണ്ടിയിട്ട്. അതിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഓക്കെ, ദെൻ അപ്ലിക്കേഷൻസ് വരുന്നത് AC and refrigerator compressors, direct drive washing machines, automotive, electrical power steering, machining tools, traction control, and then data storage, disk drive. Okay, ഇതൊക്കെയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻസ് വരുന്നത്. ഓക്കെ, നൗ ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അതായത് നമുക്ക് PMSM and BLDC motors can usually be driven with either 6-step commutation or sinusoidal commutation. 6-step commutation അല്ലെങ്കിൽ sinusoidal commutation നമുക്ക് ഇവിടെ നടത്താം. അപ്പോൾ എന്താ പറയുക, സൈനസോയിഡൽ ഓപ്പറേഷൻ നമുക്ക് നടത്തണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ഡിസൈനും കാര്യങ്ങളും വേണം. സോ മോട്ടോർ മസ്റ്റ് ഹാവ് പ്രോപ്പർ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ഡിസൈൻ. മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ വൈസ്, ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇലക്ട്രിക്കൽ ഡിസൈൻ ടു ഗെറ്റ് ദ ബെനിഫിറ്റ്സ് ഓഫ് സൈനസോയിഡൽ ഓപ്പറേഷൻ. സൈനസോയിഡൽ ഓപ്പറേഷൻ കിട്ടണമെങ്കിൽ പ്രോപ്പർ ഡിസൈൻ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സ്റ്റേറ്ററും റോട്ടറും അതിൻ്റെ വൈൻഡിങ്സും പെർമനൻറ്റ് മാഗ്നറ്റിക്കാണ് കാണിച്ചിട്ട് പറ്റുകയാണെങ്കിൽ ഇതും കൂടി അതിൽ വരച്ചൊക്കെയാണെങ്കിൽ നല്ലതായിരിക്കും. Then sinusoidal operation requires more precise rotor position feedback from the motor
ആൻഡ് എ മോർ കോംപ്ലക്സ് ഇൻവേർട്ടർ സ്വിച്ചിങ് അൽഗോരിതം. ഇപ്പോൾ സൈനസോയിഡൽ ഓപ്പറേഷൻ ആണെങ്കിൽ നമുക്കറിയാം എന്തായാലും റോട്ടോ പൊസിഷൻ ഫീഡ്ബാക്ക് കാണും ആൻഡ് അതിലത്തെ അൽഗോരിതം എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലക്സ് ആയിരിക്കും. ആൻഡ് ദ PMSM ഈസ് ബെസ്റ്റ് കൺട്രോൾ വിത്ത് a high performance 8-bit or 16-bit മൈക്രോ കൺട്രോളർ. ഇപ്പോൾ 8-bit അല്ലെങ്കിൽ 16-bit മൈക്രോ കൺട്രോളർ വെച്ചിട്ട് ആണ്. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ പറഞ്ഞത് 16-bit മൈക്രോ കൺട്രോളറിന്റെ കേസാണ്. ഇനി ഇതിലേക്കുള്ള ഇൻപുട്ടുകളാണ്. ടിപ്പിക്കൽ ഇൻപുട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോർക്ക് ഉണ്ടാവാം, സ്പീഡ്, പൊസിഷൻ ആൻഡ് ഓർ എന്നാണ് ഉദ്ദേശിച്ചത്, ആൻഡ് ഓർ ഡയറക്ഷൻ. സോ ടോർക്കും സ്പീഡും പൊസിഷനും ഒക്കെ ഉണ്ടാവും, പിന്നെ ഡയറക്ഷനും കൂടി ഉണ്ടാവാം. Then inputs can be analog voltage, potentiometer, switches or digital communication. Input എന്ന് പറയുന്നത് ചിലപ്പോൾ അനലോഗ് വോൾട്ടേജ് ആയിരിക്കാം, പൊട്ടൻഷ്യോമീറ്ററിന്റെ ഔട്ട്പുട്ട് ആയിരിക്കാം, സ്വിച്ച് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻസ് ആയിരിക്കും എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന സൈനസോയിഡൽ പൾസ് വിത്ത് മോഡുലേഷൻ ആണ്. നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ട്രയാങ്കുലർ വേവിനായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇത് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ മോഡുലേഷൻ ഇൻഡെക്സ് പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇതിൽ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇതിന്റെ കോഡാണ് അതിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുക, കൺട്രോളറിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുക. ദെൻ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഹോൾ എഫക്ട് സെൻസേഴ്സ്, ഒപ്റ്റിക്കൽ എൻകോഡർ അല്ലെങ്കിൽ ബാക്ക് EMF വോൾട്ടേജ് സെൻസർ, ഇതൊക്കെയാണ് ഇതിലത്തെ ഫീഡ്ബാക്ക് സിഗ്നൽസ് വരുന്നത്. പിന്നെ ഇതിന്റെ കൺട്രോളാണ് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് വരുന്ന കൺട്രോൾസ് ഒന്ന് ബേസിക് IO, ഇൻപുട്ട് ഔട്ട്പുട്ട് ഫോർ ഫേംവെയർ, ദെൻ 3-phase PWM ഫോർ ഹാർഡ്വെയർ, അതാണ് രണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യം. ദെൻ കമ്പറേറ്റേഴ്സ് ഫോർ സ്പീഡ് സെൻസിങ് ഇൻ സെൻസർലെസ് കൺട്രോൾ. സെൻസർലെസ് ആണെങ്കിൽ ചിലപ്പോൾ കമ്പറേറ്റർ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മളിത് ചെയ്യേണ്ടത്, വോൾട്ടേജിന്റെ ബേസിലായിരിക്കും. ദെൻ ഓവർ കറന്റ് ഡിറ്റക്ഷൻ, ക്യാപ്ചർ, കമ്പയർ ഓർ PWM ഓർ ഇൻപുട്ട് ക്യാപ്ചേഴ്സ് ഫോർ സ്പീഡ് സെൻസിങ്. ഇപ്പം ഇത്രയാണ് ഇതിന്റെ കൺട്രോളിൽ വരുന്നത്. ഇത്രയാണ് നമ്മൾ ഇതിൽ തൽക്കാലത്തേക്ക് ഡിസ്കസ് ചെയ്യുന്നത് മൈക്രോ കൺട്രോളർ ബേസ് PMSM ഡ്രൈവ്. സോ യൂസ് ചെയ്താണ് DSPIC ആണ്, DSPIC 30F2010. F stands for flash എന്നാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.